തിരുവനന്തപുരം കഠിനംകുളത്ത് കുത്തേറ്റ് മരിച്ച ആതിരയ്ക്ക് നേരത്തെ വധഭീഷണി ഉണ്ടായിരുന്നതായി ഭർത്താവ് രാജീവ് പറഞ്ഞിരുന്നുവെന്ന് പ്രദേശവാസി. ആതിര ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജീവിന് എതിർപ്പുണ്ടായിരുന്ന കാര്യവും പ്രദേശവാസി പറഞ്ഞു. ഇന്ന് പുലർച്ചെ ഭർത്താവ് ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയി മടങ്ങി വന്നപ്പോഴാണ് ഭാര്യയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത്. പോറ്റിക്ക് അറിയാമായിരുന്നു എന്നാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം അവിടെ ക്ഷേത്രത്തിൽ വന്ന് നിൽക്കണമെന്ന് പോറ്റി പറഞ്ഞു. അപ്പോൾ ഇന്നലെ എന്തോ ഇവർ തമ്മിൽ അതെല്ലാം സംസാരിച്ച് സെറ്റിൽ ചെയ്തു. ഇനി പ്രശ്നമില്ല എന്ന ഉറപ്പിലാണ് ഈ സ്ത്രീ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുട്ടിയെ സ്കൂളിലാക്കാനായിട്ട് നിന്ന്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, ചില നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതിൽ ഈ ഭാര്യയും ഭർത്താവുമായിട്ട് ചില തർക്കങ്ങൾ നടന്നിരുന്നു. ആ തർക്കങ്ങൾക്കൊടുവിൽ ഇത്തരത്തിൽ ഈ ഭാര്യയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരത്തിൽ വധഭീഷണി വന്നിട്ടുള്ളതായിട്ടാണ് ആ പ്രദേശവാസി നമ്മളോട് പ്രതികരിച്ചത്. അത് ഇന്നലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. ഈ കാര്യം പുറംലോകം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്ന് രാജീവിനോട് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടുള്ളതായിട്ടും ഈ പ്രദേശവാസി പറയുന്നു. ഇത് രാജീവ് ഇന്ന് മരണത്തിന് ശേഷം, അതായത് ആതിരയുടെ മരണത്തിന് ശേഷമാണ് രാജീവ് ഈ പ്രദേശവാസിയോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 5:30 മണിയോട് കൂടി ആതിരയുടെ ഭർത്താവ് രാജീവ് അടുത്തുള്ള ഈ പാടിക്കവിളാവ് ഭരണിക്കാവ് ക്ഷേത്രത്തിൽ പൂജയ്ക്കായി എത്തി. അവിടെ തിരിച്ച് 11 മണിയോട് കൂടിയാണ് ക്ഷേത്രത്തിലെ പൂജയും മറ്റും കഴിഞ്ഞതിന് ശേഷം ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആതിര കുത്തേറ്റ്, കഴുത്തിലെ പിൻഭാഗത്ത് കുത്തേറ്റ് നിലത്ത് കിടക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയത്. തുടർന്ന് ഈ ഭയവും വിഭ്രാന്തിയും കൊണ്ട് രാജീവ് തന്നെ ആതിരയെ എടുത്ത് ഈ കിടക്കയിലേക്ക് കിടത്തി എന്നാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. അതിനുശേഷം സമീപത്തുള്ള ടൈലർ ഷോപ്പിലെ ഉടമയോട് സംസാരിക്കുന്നു. അദ്ദേഹമാണ് ഈ പോലീസിനെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് വന്നിട്ട് അപ്പോഴും ഇൻക്വസ്റ്റ് നടപടി ആരംഭിച്ചു. ഏതാണ്ട് ഈ മരണം നടന്നിട്ട് ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഫോറൻസിക് വിദഗ്ധരും അതോടൊപ്പം തന്നെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഒക്കെ ഇവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ആതിര സമീപത്ത് ഈ രാജീവ് ഇല്ലാത്ത സമയത്ത് പുറത്തിറങ്ങുന്ന പ്രകൃതക്കാരി അല്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം എപ്പോഴും ഈ വീടിന്റെ 2 വാതിലും അടച്ചിട്ടേക്കും. ഈ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ താമസിക്കാനായിട്ട് കൊടുത്ത വീടെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. കഴിഞ്ഞ 25 വർഷമായിട്ട് കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള രാജീവ് കഠിനംകുളം പാടിക്കവിളാകം ക്ഷേത്രത്തിന് സമീപം തന്നെയുള്ള ക്ഷേത്രത്തിന്റെ തന്നെ വീട്ടിൽ സ്ഥിര താമസക്കാരനാണ്. അപ്പോൾ അവിടെ നിന്നാണ് പൂജാവിധികൾ പഠിക്കുന്നതും ക്ഷേത്രത്തിലെ പൂജാരിയായിട്ട് ജോലി ചെയ്തതും. കഴിഞ്ഞ 25 വർഷമായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. 16 വയസ്സിലാണ് അദ്ദേഹം ഈ നാട്ടിൽ വരുന്നത്. അതിനുശേഷം ഈ 6 വർഷങ്ങൾക്ക് മുമ്പാണ് ആതിരയെ വെഞ്ഞാറമൂട് സ്വദേശിയായിട്ടുള്ള ആതിരയുമായിട്ട് വിവാഹമാകുന്നത്. വിവാഹത്തിന് ശേഷം ഈ ട്രസ്റ്റ്, അതായത് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെ സമീപത്തൊരു വീട് ഇവർക്ക് താമസിക്കാനായി കൊടുക്കുകയായിരുന്നു. അപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടീനെ സ്കൂളിലാക്കാനായിട്ട് ആതിര പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ആൾക്കാർ എപ്പോഴും കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ എപ്പോഴും ഉച്ചത്തിൽ TV വെച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നും അത്തരത്തിൽ ഉച്ചത്തിൽ TV വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീട്ടിനകത്ത് ഇത്തരത്തിലുള്ള മൽപ്പിടുത്തങ്ങളോ തർക്കങ്ങളോ ഒക്കെ നടക്കുന്നത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. സമീപത്തായിട്ടൊരു ചെറിയൊരു പെട്ടിക്കടയുണ്ട്. ഈ പെട്ടിക്കട കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കടയിൽ ആൾക്കാർ വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഈ വീട്ടിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഒരു ദുരൂഹമായി തന്നെ തുടരുന്നത്. ഈ രാജീവ് വന്ന് ആതിരയെ എടുത്ത് കിടക്കയിലേക്ക് കിടത്തുന്ന സമയത്ത് അടുക്കള വാതിൽ തുറന്നു ഉണ്ടായിരുന്നു എന്നാണ് രാജീവ് പോലീസിൽ മൊഴി കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വീടിന്റെ പുറകുവശം വിശാലമായ പ്രദേശമാണ്. വീടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആരും പെട്ടെന്ന് പുറത്തു വരാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ബഹളം വന്നാൽ പെട്ടെന്നൊരു ബഹളം അറിയാനുള്ള സാഹചര്യമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തർക്കം നടക്കുന്നതോ ഒരു അടിപിടി നടക്കുന്നതോ ഒരു ബഹളം നടക്കുന്നതോ ഒന്നും അയൽവാസികളോ അല്ലെങ്കിൽ സമീപത്തുള്ളവരോ അറിയില്ല. പിന്നെ ഇതൊരു പ്രധാന റോഡാണ്. ഈ പ്രധാന റോഡിന്റെ 2 വശങ്ങളിലായിട്ടാണ് ക്ഷേത്രവും വീടും സ്ഥിതി ചെയ്തത്. ഇപ്പോൾ ഇതുവഴി എപ്പോഴും ബസ്സുകളും KSRTC ബസ്സും അതോടൊപ്പം തന്നെ വാഹനങ്ങളൊക്കെ പോകുന്നൊരിടമാണ്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദങ്ങളൊന്നും ആരും പുറത്തറിയില്ല. അപ്പോൾ ഈ ആതിരയ്ക്ക് ഈ മരണം സംഭവിച്ചതിന് ശേഷം ആതിരയുടെ 2 വീലർ ഇവിടെ ഉണ്ടായിരുന്നു. ആ 2 വീലർ കാണാനില്ല എന്നും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ എന്താണ് വീടിനകത്ത് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഈ ആതിരയ്ക്ക് അമിതമായിട്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം
ഇൻസ്റ്റാഗ്രാമിൽ ഈ ചാറ്റുകളും മറ്റുമൊക്കെ ഭർത്താവിന് അസ്വസ്ഥത ഉണ്ടാക്കി എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ ഇതൊരു സംസാരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ചാറ്റുകളും മറ്റും ഇങ്ങനെ വേണ്ട, അത് 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 നിർത്തലാക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവസാന ഘട്ടത്തിലാണ് ഇത് പുറത്തു പറയുമെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഈ കുട്ടി പറഞ്ഞതായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ മരണത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുന്നുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടിക്ക് കുത്തേറ്റത്, അല്ലെങ്കിൽ ആതിരയ്ക്ക് എങ്ങനെയാണ് കുത്തേറ്റത് എന്നൊരു സാഹചര്യം, ഒരു ദുരൂഹതയാണ് ഇപ്പോഴും തുടരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച്, അതോടൊപ്പം തന്നെ കഠിനംകുളം പോലീസും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആതിര മരിച്ചു കിടന്ന മുറി എന്ന് പറയുന്നത് ഇത് ഇടുങ്ങിയ മുറിയാണ്. ഈ ഇടുങ്ങിയ മുറിക്കകത്ത് ഒരു തർക്കം നടന്നതിൻ്റെ ആയിട്ട്, ഒരു പിടിവലി നടന്നതിൻ്റെ ആയിട്ടുള്ള ഒരു വിധത്തിലുള്ള ലക്ഷണങ്ങളും കാണുന്നില്ല എന്ന് പോലീസ് നൽകുന്നുണ്ട്. ഈ ആതിര മരിച്ചു കിടന്നിടത്ത് നിന്നും വസ്ത്രം, ഈ നൈറ്റിയാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. വസ്ത്രം മുട്ടിന് ഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് കയറിയാണ് ഇരുന്നത് എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ വീടിനകത്ത് എങ്ങനെ ആൾ കയറി, എങ്ങനെ ഈ കുട്ടിക്ക് ഇത്തരത്തിൽ മരണം സംഭവിച്ചു എന്നൊരു കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരെയും കസ്റ്റഡിയിൽ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ആതിരയുടെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. വിഷ്ണു, ശരി, ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്.